ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. നമുക്ക് ഈ ദീർഘായുസും പൂർണ്ണ ആരോഗ്യമൊക്കെ എന്തിനാ തന്നെയെന്നറിയാവോ? നമുക്ക് യേശുമ്പരാനെ വെളിപ്പെടുത്താനൂടെ കൂടി വേണ്ടിയാട്ടോ. ദൈവത്തിൻ്റെ സ്വഭാവത്തോടു കൂടി ആകാനും നമ്മളെ ആ നിത്യജീവൻ്റെ ഉടമയാക്കാൻ. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് തന്നെ കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയാനാട്ടോ. നമുക്കൊരു വചനം വായിച്ചിട്ട് തുടങ്ങാം. ഇവിടെ യോഹന്നാൻ 12:3 പറയാം. ഏക സത്യദൈവമായി അവിടുത്തെ അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം നമുക്ക് ഓരോ ദിവസവും, ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുക, പെട്ടെന്നൊരു ആൾ മരിച്ചു പോയപ്പോൾ ഭയങ്കര മനസ്സിന് വിഷമം. ഞാൻ ഓർക്കുക, എനിക്ക് ഓരോ ദിവസവും തന്നെ ഞാൻ എൻ്റെ സ്വഭാവമൊന്നും ശരിയായിട്ടില്ല, യേശുവിനെ പോലെ ആകണം. യേശു രണ്ടാമത് വരുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ തന്നെ നമ്മെ കാണും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ സ്വഭാവമായാലും അങ്ങ് കയറി പറ്റാൻ പറ്റുള്ളൂ. ഇതിക്കടെ എന്തോരം ഉണ്ട്, ഏറിയാൽ 80 എന്നൊക്കെയല്ലേ പറയുന്നത്. അത് പെട്ടെന്ന് അങ്ങ് വരും. മനുഷ്യനെ ഓർക്കും, പെട്ടെന്ന് ദിവസം കഴിഞ്ഞു പോയാൽ മതി, അങ്ങ് ആയുസ് തീരും. അപ്പം നമ്മൾ എന്തായാലും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം വേണ്ട. ഇനി ഉണ്ടെങ്കിലോ അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം പാടൂലേ. അപ്പം നമുക്ക് ആ പ്രിപ്പറേഷനിൽ നടക്കുവാണെങ്കിൽ ഭൂമിക്ക് നമ്മളൊരു അനുഗ്രഹമാകും. ദൈവം പറഞ്ഞ വഴിക്കട നടന്നാൽ നമ്മൾ ഒരു ഭൂമിക്ക് അനുഗ്രഹമാകും, നമുക്ക് തന്നെ അനുഗ്രഹമാകും, കുടുംബത്തിൻ്റെ അനുഗ്രഹമാകും. നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നല്ല ഇപ്പം അബ്ദുൽ കലാമൊക്കെ ജീവിക്കണല്ലേ, മഹാത്മാഗാന്ധി ജീവിക്കണല്ലേ, മരിച്ച മദർ തെരേസ ജീവിക്കണല്ലേ. ഇപ്പോഴും അവർ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ അങ്ങനെ യേശുമ്പരാൻ ജീവിക്കണേ എങ്ങനെയാണ്? യേശുവിൻ്റെ പടം കണ്ടോ, അങ്ങനെ ഇത് വല്ലതും കണ്ടിട്ടാണോ? ആ വാമൊഴിയാൽ വന്ന വാക്കുകളും പ്രവൃത്തിയൊക്കെ കണ്ട് ദൈവമായിട്ട് സ്വീകരിച്ചിട്ടല്ലേ. അപ്പം ദൈവത്തിനെ അനുകരിക്കുന്നവരൊക്കെ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഇവിടെ പറയുവാണ്, ഹീബ്രു 11:27 പറയുക, ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തെ കണ്ടതുപോലെ ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാവരും. ദൈവത്തെ കണ്ടിട്ടില്ല. മോശ ദൈവത്തിനോട് ചങ്ങ ആരാകുന്നു, ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുറുകെ പിടിച്ചേക്കണ കാരണമാണ് നമ്മൾ ഞാൻ രുചിച്ചറിയണ്ട കേട്ടോ. ആ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തൊക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറക്കോളും. അല്ലെങ്കിൽ നമുക്ക് എന്തോരം വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ പറയണു ദൈവം ഇല്ലെന്ന്. ചിലർ ദൈവമായിട്ട് അങ്ങനെ പല വിഗ്രഹങ്ങളുടെ മുമ്പിലും കിടക്കണം. അപ്പം ഞാൻ നോക്കാം, വിദ്യാഭ്യാസവും വിവരത്തിൻ്റെ അല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് വിദ്യാഭ്യാസവും വിവരവും ഒന്നും വേണ്ട. യേശുവിൻ്റെ ശിഷ്യന്മാർ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ കൊണ്ടല്ലേ, അവരല്ലേ ബൈബിളിൽ പറഞ്ഞേക്കണം. അവർ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മളിപ്പോഴും വായിക്കുന്നു, ഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞാന്നറിയാം, ഒരു ഓർഡിനറി മനുഷ്യൻ്റെ വായിന്ന് അങ്ങനെ വരില്ല. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ വരുമ്പോഴാണ് സുബോധം ഉണ്ടാകുന്നത്. ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനും നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ അകക്കണ്ണൊക്കെ അടഞ്ഞിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറക്കാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ബുദ്ധിയും നമുക്കുണ്ടാകാനായിട്ടോ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ മക്കൾക്കൊക്കെ യെശയ്യാ പറഞ്ഞ പോലെ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും വരും. എൻ്റെ ആത്മാവിനെ നിൻ്റെ സന്താനങ്ങളുടെ മേൽ പകരും, എൻ്റെ അനുഗ്രഹത്തെ നിൻ്റെ മക്കളുടെ മേൽ പകരും. യെശയ്യാ 46 ഇന്ന് ഞാൻ വായിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അതല്ലേ, നമ്മുടെ മേലും ആത്മാവിനെയും നമ്മുടെ മക്കളുടെ മേലും ആ ആത്മാവിനെ അനുഗ്രഹത്തെയും പകരട്ടെ. അതാണ് നമ്മൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ സുബോധവും. നമ്മൾ ഒരു മനുഷ്യന് ദൈവം സൃഷ്ടിച്ച മനുഷ്യർ, ചിലരുടെ പാവങ്ങളെ ദൈവം സൃഷ്ടിച്ചേക്കുക. ചിലർ പറയണേക്കാം അതൊക്കെ പൊട്ടത്തരങ്ങളല്ലേ. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ആശ്രയിച്ച് ആ മനുഷ്യൻ ലോകത്തിൽ ഉന്നതന ശ്രേഷ്ഠമാകാം ആർക്കും. അല്ലാണ്ട് ആരെയും പണക്കാരനും പാവപ്പെട്ടവനുമായിട്ട് ദൈവത്തിന് മുഖപക്ഷയില്ല കേട്ടോ. ദൈവത്തിനെ ആശ്രയിക്കുക, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് മാത്രം ലോകത്തിൽ ഉന്നതന ശ്രേഷ്ഠമാകാൻ പറ്റുള്ളൂ, അത് മാത്രം നിലനിൽപ്പുള്ളൂ. അല്ലാത്തതൊക്കെ ആകും. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ ഫേമസ് ആയില്ലേ. ഹിറ്റ്ലറെ എത്ര ക്രൂരനായിട്ട് എപ്പോഴും ഇരിക്കണേ, ഒരു പിശാചിൻ്റെ പര്യായപദമായിട്ടല്ലേ നമ്മൾ ഓർക്കണേ. അപ്പം മദർ തെരേസനെ അങ്ങനെയാണ് ഓർക്കണേ, ദൈവത്തിൻ്റെ മാലാഖയായിട്ടല്ലേ. അപ്പം അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമുക്കെപ്പോഴും ദൈവമക്കളായിട്ട് അറിയപ്പെട്ടാൽ മതി. അപ്പം നമുക്ക് ഈ വചനം ഫോളോ ചെയ്യാം. അല്ലാണ്ട് യേശു മരിച്ചു, കഴിഞ്ഞ ദിവസം ഒരു വാദം കേൾക്കുകയാണ്, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റോ? ഇല്ല, യേശുവിനെ പൊതിഞ്ഞ ശീലയിൽ മരുന്നുണ്ടായിരുന്നു. രാത്രിക്ക് എഴുന്നേറ്റ് അതിലെ പോയി ഇതിലെ പോയി ഇന്ത്യയെ വന്നായിരുന്നു. ഇതൊക്കെ എന്ത് പൊട്ടത്തര. യേശുവിൻ്റെ ശരീരത്തിനല്ല, യേശുവിൻ്റെ രൂപത്തിനല്ല വില, യേശുവിൻ്റെ വാമൊഴിയിൽ നിന്ന് ദൈവം പറഞ്ഞയച്ച ആ വചനത്തിനാണ് വില. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവ മുഖാന്തരം ഉളവായി. വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കണേ.
വചനം നമുക്ക് ഇരുതല വാളിൻ്റെ മൂർച്ചയുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ എന്നെയും കുത്തും, അത് നിങ്ങളെ കുത്തും. അത് നമ്മളെ മാനസാന്തരത്തിലേക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്തോടാകാൻ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വചനം പാലിക്കാൻ. അപ്പോൾ എല്ലാവരും യേശുമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ വീഡിയോസാണ്. ഹെയറിൻ്റെ ഇപ്പോൾ ഹെയർ ഞാൻ ഇപ്പോൾ ഒത്തിരി പേര് മിക്കവർക്കും ഇപ്പോൾ അധികവും കരാട്ടിന് ചെയ്യണം. നമ്മുടെ ആരോഗ്യസ്ഥിതിയുടെ ഗ്ലാമറാണ് കരാട്ടിൻ തിരഞ്ഞെടുക്കാൻ കാരണം. മുടി പൊട്ടി ഡ്രൈ ആവുക. ഇപ്പോൾ ഓയിലി ഹെയർ ഇങ്ങനെ കൊച്ചു പിള്ളേർക്ക് ചിലർക്ക് ഓയിലി ഹെയർ ഉണ്ടായിട്ട് ഇങ്ങനെ ഉരുണ്ടൊക്കെ കയറില്ല. അവർക്ക് ഹെയർ ലാസിങ് ചെയ്താൽ മതി. ആ ഉരുണ്ട് ഹെയറിൽ മാറി ഓയിലി ഹെയറിന്. പക്ഷെ വലിയ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ മുടിക്ക് കരാട്ടിന് എപ്പോഴും നല്ലത്. ചുരുണ്ട മുടിക്കാർ കരാട്ടിനെ ചെയ്യാവുള്ളൂ. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കേട്ടോ, ഏത് വേണേലും ചെയ്യാത്തത്. ഇങ്ങനെ പറയുന്നവർക്കും കരാട്ടിന് ഒത്തിരി കാശും, കരാട്ടിൻ്റെ ക്രീമിനാണെന്ന് ഭയങ്കര കാശാണ്, പെട്ടെന്ന് തീരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം വന്നോളൂ, ഇതേ ക്രീം പെട്ടെന്ന് തീർന്നു, ഇതേ ഇപ്പോൾ അടുത്ത ദിവസത്തേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ നമ്മൾ കരാട്ടിന് ഇങ്ങനെ അതിന് അതുപോലെ കാശ് മുടക്കാം. മറ്റേ ഹെയർ ലാസിങ്ങിന് അത്രയും കാശ് മുടക്കില്ല നമുക്ക് അതിൻ്റെ ക്രീമിന്. അപ്പം ലാഭത്തിൻ്റെ അല്ല, നല്ല ഇത് നമ്മൾ രണ്ടും ചെയ്യുമ്പോൾ നിങ്ങളത് തിരഞ്ഞെടുക്കും. ഒരു ഹെയർ ലാസിങ് ചെയ്ത ആൾ പിന്നെ കരാട്ടിനൊന്നും ചെയ്താൽ പിന്നെ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ എന്തായാലും മുടി ചെയ്താൽ മുക്കാലും നന്നിൽ ഭയങ്കര ഗ്ലാമറായിട്ട് നമ്മുടെ ഹെയർ നോക്കുമ്പോൾ നമുക്കിടെ മേക്കപ്പിനും ഒക്കെ, മേക്കപ്പല്ല നമ്മൾ ഇങ്ങനെ അത് ഒരു ഭയങ്കര യൂസ്ഡ് ആകും. ഒരു പ്രാവശ്യം ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ കെയറും ചെയ്താൽ പിന്നെ അതവർ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ ചിലർ പറയുന്നത് കരാട്ടും ചെയ്താൽ മുടി പോകും. നിങ്ങൾ കരാട്ടിന് ഏതാ ചെയ്യണമെന്ന് ബ്യൂട്ടി പാർലറുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കണം. ഇവിടെ ആയാലും ഫേഷ്യൽ ഏത് കമ്പനിയുടെ ചെയ്യണു, നല്ല ബ്രാൻഡ് കമ്പനിയുടെ അല്ലാണ്ട് ഒന്നും ചെയ്യരുത്. ഈ മുഖത്ത് തേക്കുന്നത് ഇതൊക്കെ ദൈവം തന്ന വിലയേറിയ സംഭവങ്ങളാണ്. ഇതിനൊന്നും എല്ലാം ചേരില്ല. വിലയേറിയത് വേണം. ദൈവം തന്ന ശരീരത്തിലൊക്കെ തേക്കുമ്പോഴൊക്കെ വിലയേറിയത് വേണം. അപ്പോൾ അത് മുടി എല്ലാം വിലയേറിയതായിട്ട് കരുതണം. നമ്മുടെ ഒന്നും അല്ല ഇത് വിശുദ്ധ മന്ദിരം, ദൈവം വസിക്കാൻ ഉണ്ടാക്കിയേക്കണം വിശുദ്ധ മന്ദിരം. അതുപോലെ പരിപാലിക്കണം നമ്മുടെ ആരോഗ്യമൊക്കെ. അപ്പോൾ ആരോഗ്യം നന്നായാൽ മുടിയും നന്നാകും, എല്ലാം നന്നാകും കേട്ടോ. ആരോഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ ആ ബീട്രൂട്ട് ജ്യൂസൊക്കെ ഒന്ന് കുടിക്കുക. ക്യാരറ്റ്, ബീട്രൂട്ടും ആപ്പിളും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുടിക്കേണ്ട. അപ്പോൾ കറുപ്പൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ പച്ച കളറുള്ള ഫുഡ്, ഇലക്കറി, മുട്ട, ഇതൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ബയോട്ടിൻ, സിങ്കോവൈറ്റ്, ഇതൊക്കെ മാറി മാറി കഴിക്കുക. അപ്പോൾ മുടിയൂരിലെല്ലാം മാറും. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട്, ഇത് ട്രീറ്റ്മെൻറ്റിന് വരുന്നവർ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഭയങ്കര തിരക്കാണ് ട്രീറ്റ്മെൻറ്റിന്. ഇപ്പോൾ ഒന്നാമത്തെ ഫോറുംകാർ വന്ന സമയമാണ്. നമ്മുടെ വീഡിയോയുടെ മെയിൻ ആൾക്കാർ അവരാ. ഇവന് എല്ലാവരും റീ അടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തോണെ നമ്മുടെ എടുത്ത് ചെയ്തിട്ട് പുറത്ത് പോയി റീ അടിച്ചാൽ വാണക്കുറ്റി പോലെ ഇങ്ങോട്ട് വന്നോളും. അപ്പോൾ അന്നേരം ആരും റേറ്റും ചോദിക്കില്ല, ഒന്നുമില്ല. ഈ പേശി റേറ്റ് ആദ്യം ചെയ്യാൻ പോകുന്നിടത്തിട്ട് നമുക്ക് പെട്ടെന്ന് വരും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടിയുടെ വിലയും ബ്രാൻഡ് കമ്പനിയുടെ വിലയൊക്കെ. അപ്പോൾ നമ്മൾ കരാട്ടിൻ ചെയ്യണത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ്. ഹെയർ ലാസിങ് ആയാലും നമ്മൾ ഷോസ്കോപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ, ആ കമ്പനിയുടെ ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും പറയും, എന്ത് ചെയ്യുമ്പോഴും ഏത് ബ്യൂട്ടി പാർലറായാലും എന്താ കമ്പനി എല്ലാം ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കത്രയും ബോധമൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ ഫേഷ്യലുകൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സാരിയെ കൊടുത്ത് ചെയ്താട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് സെർനൈറ്റിൻ്റെ ഗോൾഡൻ ഫേഷ്യലൊക്കെ ഉണ്ട്, ലക്ഷറി ഫേഷ്യലാണ്. അതൊന്ന് ചെയ്തു നോക്ക്, എന്തെല്ലാം റിസൾട്ട് വരുമെന്നറിയാമോ. നല്ല സൂപ്പർ. അത് അതിൻ്റെ ആ റിസൾട്ടൊക്കെ ഗ്രാൻഡാണ്. അതിൻ്റെ ക്ലീനപ്പ് തന്നെ സൂപ്പറാണ്. അപ്പോൾ കയ്യിൽ കാശത്ര ഇല്ലെങ്കിൽ ക്ലീനപ്പ് ചെയ്താൽ മതി. ലക്ഷറി ഫേഷ്യൽ എന്ന് കേട്ടപ്പോൾ എനിക്കൊരു കൊതി കാരണം അത് മേടിച്ച് വെച്ചതാണ്. ഭയങ്കര ചിലവാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അത് 25 പീസ് എത്ര രൂപയ്ക്കാണ് ഒന്നിച്ച് വരുത്തി. കാരണം എത്ര വരുത്തിയാലും പെട്ടെന്ന് തീരും. മറ്റേ 10 പീസൊക്കെ വില ഓർത്ത് ഞാൻ മേടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 25 പീസ് ഒറ്റയടിക്ക് വരുത്തി. അപ്പോൾ പിന്നെ പെഡിക്യൂർ, മാനിക്യൂർ എല്ലാം ഒന്ന് ചെയ്യുന്നേ. കാശൊക്കെ നമ്മൾ ഇച്ചിരി നമ്മുടെ ഹെൽത്തിനൂടെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ മുടി ചെയ്യാനുള്ളവരും ഫേഷ്യൽ ചെയ്യാനുള്ളവരും എല്ലാം ധൈര്യസമേതം ദേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കൂ. നമ്മുടെ ഇനി മനോഹരമായ വീഡിയോസ് കാണും. അടുത്ത സുന്ദരീനെ ഹെയർ മേക്ക് ഓവർ കിട്ടി മുഖം കാണിക്കുന്നതിൻ്റെ പേടിയില്ല. കേരളത്തിന് പുറത്ത് എന്നുവെച്ചാൽ അവരൊക്കെ ഇന്ത്യക്ക് പുറത്തല്ല, അവർക്കൊന്നും പേടിയില്ല. സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ ഇവിടെയുള്ളവരുടെ അത്ര പേടിയൊന്നുമില്ല. ഇവിടെയുള്ളവർക്ക് എൻ്റെ അമ്മയെ മുടിയുടെ പുറകിൽ നിന്ന് പോലും എടുക്കാൻ എന്ത് ടെൻഷൻ. ഞാൻ പറഞ്ഞു, ഇത് കണ്ടാലല്ലേ പലർക്കും മുടി ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് ഇതിൻ്റെ നാത്തൂൻസ് അല്ല ഇവിടെ ചെയ്താന്നാണ് പറഞ്ഞത്. ഈ കൊച്ച് കഴിഞ്ഞ ഓണം വന്നപ്പോൾ ഇവിടെ എല്ലാവരും വഴിതെറ്റിപ്പോയി എങ്ങാണ്ട് ചെയ്തു. ഈ തോണം നമ്മളാണ് ചെയ്യണേ. ഇത് ഹെയർ ലാസിങ് വേണോ കരാട്ടിൻ വേണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കഴുകുമ്പോൾ ഫ്രഷ്നെസ് നോക്കി ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പറയാം ഏതാ ചെയ്യണേന്ന്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി നന്നായിട്ട് കളറി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പരസ്യത്തിന് വരുന്ന പോലെ കിടക്കണം. അതിമനോഹരാവുന്ന കാഴ്ച കാണാൻ യേശുവിൻ്റെ കൃപയാൽ ആ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ
ഈ മക്കളുടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഹെയർ ലാസിംഗ് എന്നൊക്കെ പറഞ്ഞേ, പക്ഷെ കളർ ചെയ്തേക്കണം മുടിയായത് കാരണം നിറച്ച് കളറൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൗൺ ഷെയ്ഡിൽ ഫുള്ള് കളറുണ്ട്. അപ്പോൾ നന്നായിട്ട് ചില ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് കരാട്ടിനാക്കി. ഞാൻ ഓർക്കുക ഒത്തിരി ബെറ്ററായി കരാട്ടിൻ തിരഞ്ഞെടുക്കുക. കഴുകുമ്പോൾ നമുക്ക് കളർ ചെയ്തതിൻ്റെ ഭയങ്കര ഫ്രഷ്നെസ് വരും. പിന്നെയും കെമിക്കൽ വരുമ്പോൾ വെർജിൻ ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു കളറും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത ഹെയർ ആണെങ്കിൽ ഹെയർ ലാസിങ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണേ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കളറിങ് ഒക്കെയാണ് ഏറ്റവും മെയിൻ കെമിക്കൽ. എപ്പോഴും നമ്മൾ ചുമ്മാ കളർ അത് ഇതൊക്കെ ചെയ്യുമ്പോൾ മുടിക്ക് കൊള്ളൂല. അപ്പോൾ അതൊക്കെ ചെയ്യണ മുടിക്ക് കരാട്ടിനാട്ടോ എപ്പോഴും ബെറ്റർ. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഒന്ന് നോക്കാവേ. മുടി ഇങ്ങനെ നിറച്ച് ലെയറൊക്കെ വെട്ടിയിട്ടേക്കണ മുടിയാണ്, പക്ഷെ തിക്നെസ് ഒക്കെ ഉണ്ട്, നല്ല മുടിയൊക്കെയാണ്. അപ്പോൾ കളറിൻ്റെയൊക്കെ നല്ല രസമായില്ലേ. ഇപ്പോൾ കരാട്ടിൻ ചെയ്ത് കഴിയുമ്പോൾ കളർ കാണാൻ നല്ല രസമാവും. അപ്പോൾ അത് ഓൾ ഓവർ കളറിങ് ആയി. ഓൾ ഓവർ കളറിങ് ഇങ്ങനെ ചെയ്യണതിന് എത്ര രൂപയാകും? കരാട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. 8,000-10,000 രൂപയുടെ കാര്യം ആ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും മുടിയുടെ കളറിലൂടെ. സൂപ്പറായിട്ട് അടിപൊളി കളറിങ്ങുമായി. ഇത് കണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ? പിന്നെ നല്ല നല്ല കംഫർട്ടബിൾ ആയിരുന്നു. സ്റ്റാഫ് ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. നേരത്തെ ഞാൻ ചെയ്യാൻ പോയതിനേക്കാൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കഴിഞ്ഞ കൊച്ചി നാത്തൂനാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ. നാത്തൂന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ പോൻ്റെ വഴിക്ക് ആരാണ്ട് പ്രലോഭിച്ച് വേറെ പാർലറിൽ പോയി. രണ്ട് കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ തോടെ മോക്കേതാണ്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാർ ചെയ്യാണ്ടപ്പോൾ പിടിച്ച് ഞങ്ങൾ പറയതേ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് നമ്മൾ ഇച്ചിരി ഇരുത്തി ചെയ്താൽ പിന്നെ അവരെപ്പോഴും നമ്മുടെ അടുത്ത് വരും. അതുപോലെ എല്ലാം സിൻസിയറായിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ കരാട്ടിൻ നമ്മൾ ചെയ്തേക്കണം. ഇതിപ്പോൾ കരാട്ടിൻ ബയോടാനിസ് നാനോഫോഴ്സ് പ്ലാസ്റ്റിയ. ഞാൻ എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ കരാട്ടിൻ ചെയ്യാൻ പോകുമ്പോൾ ഏത് കരാട്ടിനാണെന്ന് പാർലറുകാരോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. കരാട്ടിനിൽ ഒത്തിരി നിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർമാലിനുള്ള കരാട്ടിന്, അങ്ങനെ പൊട്ട കരാട്ടിന് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് പറയുന്നത്, ഞാൻ ഇന്ന കരാട്ടിനാ ചെയ്യണം. നിങ്ങൾ എവിടെ കരാട്ടിൻ ചെയ്യാൻ പോയാലും ഈ മോൾ അതിന് മുമ്പ് എന്താ ചെയ്തതെന്ന് പോലും അറിയാൻ പാടില്ല. അതൊക്കെ ചോദിക്കണം. പാർലറിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്താലും ചോദിക്കണം. ഫേഷ്യലായാലും ചോദിക്കണം കമ്പനി ഏതാ. ഇപ്പോൾ കമ്പനിയൊക്കെ അറിയണമെന്നേ, ബ്രാൻഡൊക്കെ ചെയ്തില്ലേ എന്തൊക്കെ മൊത്തം പ്രശ്നമാണെന്നൊക്കെയല്ലേ പറയണേ. അപ്പോൾ നമ്മളതൊക്കെ ചോദിക്കണം. നമ്മൾ അപ്പം ഇച്ചിരി നമുക്ക് ബോധം വേണ്ട, കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞാൽ അപ്പടി കേൾക്കുമൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞാലും അപ്പടിയൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇങ്ങനെ നോക്കണം, നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണോ, ഇതൊന്ന് അടിച്ചു നോക്കി അറിയാലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുമല്ലോ. അപ്പോൾ ഇനി ഇങ്ങോട്ട് തന്നെ ഒരു പ്രാവശ്യം കുപ്പിയിൽ ഇറക്കിയാൽ പിന്നെ നമ്മുടെ കസ്റ്റമർ, ഞാൻ പറഞ്ഞില്ല 30 വർഷം മുമ്പുള്ളവർ ഇപ്പോഴും ഉണ്ട്. യേശുവിൻ്റെ കൃപയാൽ പിന്നെ അത് സ്വന്തക്കാരെ പോലെ ആവും. അപ്പോൾ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ ഞാൻ ചോദിച്ചു, മുഖം കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കണ്ടാലൊരു സുന്ദരിയാണ്, മുഖം കാണിക്കാൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇവിടെയുള്ള കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും പേടിയാണ്. സ്വന്തക്കാർ കാണുമോ, ആയോർ കാണുമോ, ഇവർ കാണുമോ. ശരിക്കും പുറത്തുള്ളവർക്കൊക്കെ പിന്നെ അവരൊരു സ്വതന്ത്രരാട്ടോ, അവർക്കൊന്നും പേടിയില്ല. അതാട്ടെ എല്ലാവരും ഈ ന്യൂജനും എല്ലാം കേരളം വിട്ടു പോണത്. ഇവിടെ നാട്ടുകാരുടെ കാര്യം ശരി അഭിപ്രായം പറിച്ചതല്ലേ, നീ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയി ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പുറത്തിറക്കുമ്പോൾ സംഭവം അത് കറക്റ്റാണ്. അപ്പോൾ ഈ മുടിയുടെ ഇതൊന്ന് കാണാം. മുടി ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പൊട്ടലൊക്കെ ഉണ്ട്. മുടി കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ആശാത്തി ഓൾറെഡി പറഞ്ഞു എനിക്ക് D3 കുറവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ സൂര്യപ്രകാശം ഒന്നും ഇല്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞു, ബെൽജിയല്ലേ അവിടെ. പക്ഷേ ഇത് ഇവിടെ സൂര്യനുണ്ടായിട്ട് സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ. എന്നിട്ട് എനിക്കൊക്കെ 100 കിലോമീറ്ററൊക്കെ ഞാൻ നടക്കാറുണ്ട്. എന്നിട്ട് എനിക്ക് D3 ഒക്കെ കുറവാണ്. എൻ്റെ പല്ലും പോയി, എല്ലാം പോയി, പൊടിയും നനച്ച്. എനിക്ക് പറ്റിയ അബദ്ധം പറ്റരുത്. കാരണം നല്ല ഒരു വൈറ്റ് ഹെയർ വന്നാൽ ഭാഗ്യനരയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്യുക, വിറ്റാമിൻ ഗുളികൾ കഴിക്കുക, ആരോഗ്യം നോക്കുക. അപ്പോൾ ഇത് കളറിയിലൊക്കെ വലിയ തലവേദനയാട്ടോ. അപ്പോൾ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. യേശുവിൻ്റെ കൃപയാൽ ഇത് പരസ്യത്തിന് വെല്ലണ പോലെ ആകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ ലൈസിങ് ആട്ടോ ചെയ്തേക്കണേ. അപ്പോൾ ആ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. മുടിക്ക് നല്ല പൊട്ടലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കല്ലേ. അപ്പോൾ ഈ D3 കുറവിൻ്റെ ആയിരിക്കും. പൊട്ടുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല കേട്ടോ. വെള്ളത്തിൻ്റെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വെള്ളമൊന്നും അല്ല, D3 ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു. പൊട്ടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ചോടണം വൈറ്റ് ഹെയർ വരും. വൈറ്റ് ഹെയർ വരും. ആദ്യം നമ്മൾ അകാല നിരാന്നൊക്കെ പറഞ്ഞ് ചിലർ ഒരു നര ഭാഗ്യാന്നൊക്കെ പറഞ്ഞ് പറിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫുൾ നൽകിയ അമ്മയെ കളർ ചെയ്ത് തുടങ്ങിയാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിറ്റാമിൻ ഇത് കഴിക്കണം, D3 നോക്കണം. ഇതേ ഓരെണ്ണമൊക്കെ കണ്ടുപിടിച്ചാണ് നട്സൊക്കെ.
ഈ പൊട്ടൽ കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ D3 കറക്റ്റായിട്ട് അത് കഴിക്കണം. വിറ്റാമിൻ ഇതൊക്കെ വേണേ. അപ്പോൾ മുടിക്ക് നല്ല പൊട്ടലുണ്ട്, നല്ല മുടിയാണ്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക. പക്ഷേ അത് വേണ്ട ഉള്ളും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മോക്കടെ ആരാണ് ഇവിടെ ഒന്ന് ചെയ്തായിരുന്നേ? ഫ്രണ്ട് മോക്കടെ ഫ്രണ്ട് വന്ന് ചെയ്ത് കണ്ടിട്ടാണ് ഈ കൊച്ചു വന്നത്. അത് കരാട്ടെ ഞാൻ ചെയ്യാൻ പറഞ്ഞ കേരളാസിനെ അവർ ചെയ്തതെന്ന് പറഞ്ഞു. അടുത്ത തവണ കരാട്ടെ ചെയ്യാമെന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ അറ്റൊക്കെ ഇച്ചിരി ഫ്രഷ്നെസ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഫസ്റ്റ് തോണയായത് കാരണം കുഴപ്പമില്ല. വെർജിൻ ഹെയർ ആണല്ലോ, സ്ട്രെയിറ്റ് ഹെയർ ഒന്നും അല്ലല്ലോ. ഇഷ്ടപ്പെട്ട മോളെ യേശുസ്തോത്രം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമല്ലോ. ശരി എന്നാ. ഹലോ, ഇന്ന് നമ്മുടെ റോസ് സുന്ദരിയുടെ മുടി ചെയ്യാൻ മുഖം കാണിക്കാൻ പറഞ്ഞപ്പോ കാണിക്കില്ലെന്നാ പറഞ്ഞേ. പോട്ടെ, എന്തെങ്കിലും ആട്ടെ. നമ്മളെ ഹെയർ ലാസ്റ്റിങ് ചെയ്ത മുടിയാട്ടോ. പക്ഷെ ഇങ്ങനെ ആള് ഒത്തിരി യങ്ങൊന്നും അല്ല. ഞാൻ എപ്പോഴും പറയും യങ്ങല്ലെങ്കിൽ കരാട്ടം ചെയ്യണമെന്നൊക്കെ. പക്ഷെ മുടി നന്നായിട്ട് ഇതൊക്കെ ചെയ്ത കാരണം എന്നുള്ളത് ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഒത്തിരി ഇത് പറഞ്ഞു വിട്ടായിരുന്നു. ഒത്തിരി പേര് എൻ്റെ സ്വന്തക്കാരെ ബന്ധക്കാരെ എല്ലാം ആ ചെയ്ത മുടി എന്ത് മനോഹരമായിട്ട് കിടക്കണേ. ഇങ്ങോട്ട് നോക്കിക്കേ, ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു. ഇപ്പോൾ വന്നതൊരു വേഴ്സ് പോലെയാട്ടോ. ഇത്രയായി, 1 വർഷമൊക്കെ കഴിഞ്ഞു. ഇത്രയും വളർന്നിട്ടുണ്ട്. ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇവിടം വരെ. ഇത്രയും 1 വർഷം ആയാർന്നോ? 1 വർഷം ആയില്ല അല്ലേ? അതെ, ഇത്രയും വളർന്നു. അതിപ്പോൾ വന്നേക്കണ മുടിയുടെ തിക്നെസ് നിങ്ങൾ കണ്ടോ? പണ്ടത്തെ മുടിയുടെ ഉള്ളായിരുന്നു ഈ കാണുന്നത്. ഇപ്പോഴത്തെ മുടിയുടെ ഉള്ളു കണ്ടോ? ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണതിൻ്റെ. അപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയ കാരണം പുള്ളിക്കാരി ലോകത്തുള്ള എല്ലാവരെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. വേണ്ട, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിൻ ഒക്കെ കഴിക്കണ്ടോ? എല്ലാം കഴിക്കേണ്ടത്. ഇടയ്ക്ക് പനി എങ്ങാണ്ട് വന്ന് ഇച്ചിരി മുടി ഊരിയതുള്ളൂ. എനിക്കും അതെ, കഴിഞ്ഞ ദിവസം നീർക്കെട്ട് കയറിയിട്ട് ഇപ്പം എൻ്റെ മുടി ഊരുക. പിന്നെ നീർക്കെട്ടിരിക്കുമ്പോൾ വിറ്റാമിൻ ഗുളിയൊന്നും കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ. അപ്പോൾ ദൈവമേ, ഇനിയിപ്പോൾ വിറ്റാമിൻ ഗുളി കഴിച്ച് കറക്റ്റ് ആക്കണം. മുടി ഊരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ എനിക്ക് നീർക്കെട്ട് കയറുകയാണ് മുടി ഊരിൽ. നീർക്കെട്ട് മാറുമ്പോൾ മൾട്ടി വിറ്റാമിൻ കഴിച്ചതൊക്കെ കറക്റ്റ് ആക്കണം കേട്ടോ. നമ്മുടെ ഉള്ളിലെ ഹെൽത്തിൻ്റെ അനുസരിച്ചാണ് മുടി. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു മനുഷ്യന് ഒരു പേ പോലും ചാവില്ല കേട്ടോ. ഒന്നും പേടിക്കണ്ട. നമ്മൾ ബ്രാൻഡ് സാധനം എൻ്റെ സാധനം എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു മുടിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല നമ്മുടെ ഇവിടെ ചെയ്തിട്ട്. അത് ഗ്യാരണ്ടിയാണ്. അതാ ബ്രാൻഡ് സാധനം യൂസ് ചെയ്യുമ്പോഴത്തെ ഗുണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് അതിമനോഹരാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹെയർ ലാക്സിങ് ആട്ടോ ചെയ്യാൻ പോണേ. ആശാത്തി ഈ കരാട്ടിലേക്ക് ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. എന്താ പറയുക, ഹെയർ ലാക്സിങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഹെയർ ലാക്സിങ് ആണ് ചെയ്യാൻ പോണേ. വേറെ ഒന്നും കളറൊന്നും ചെയ്തിട്ടില്ല. അതിൽ വൈറ്റ് ഹെയർ എന്തെങ്കിലും കളറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കളറൊക്കെ ചെയ്ത് ഇങ്ങനെ ഫ്രിസി ആയ മുടിയിൽ എൻ്റെ അഭിപ്രായം കരാട്ടിനായിരിക്കും നല്ലതെന്നാണ്. കാരണം എൻ്റെ ഒന്നും ഹെയർ ലാക്സിങ് പറ്റൂല. ഇങ്ങനെ ഭയങ്കര ചെട പോലെ ആവുക. അപ്പോൾ ഇതിന് ചുരുണ്ട മുടിയാണ്, കരാട്ടിലേക്ക് തിരിയാൻ പറഞ്ഞിട്ട് ഹെയർ ലാക്സിങ് മതി എന്നാണ് പറഞ്ഞത്. ആശാത്തിക്ക് ഈ കിടക്കണ കിടപ്പ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒന്നും വലിയ ചുരുക്കമൊന്നും ഇല്ലാണ്ടായിട്ടോ. അപ്പോൾ ഈ ആഫ്റ്റർ കെയറിൻ്റെ ഗുണം എണ്ണയൊന്നും തേക്കണില്ല. ആഫ്റ്റർ കെയർ മാത്രമേ ഉള്ളൂ, എണ്ണയൊന്നും തേക്കണില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിന് വെള്ള പോലെ ഈ മുടിയാണ് കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു. എൻ്റെ അറ്റമൊക്കെ ഒന്ന് ഇച്ചിരി വെട്ടിയാൽ മതി. അറ്റമൊന്നും വെട്ടണമെന്ന് പറഞ്ഞത്. അപ്പം മേള് കണ്ടോ, നല്ല ഉള്ളായിട്ട് നല്ല ഭംഗി കിടക്കണം. അറ്റം ഇങ്ങനെ മുടിയൊക്കെ എപ്പോഴും നമ്മൾ അറ്റമൊക്കെ വെട്ടണം. അപ്പോൾ ഈ മുടിയുടെ ഇപ്പം ഭംഗിയുണ്ടോ, ഒരു വൃത്തിയായിട്ടിരിക്കണ കണ്ടോ. ആ പൂടകളൊക്കെ പോയപ്പോൾ മനുഷ്യരുടെ മുടിക്ക് എല്ലാവരുടെ മുടി എന്ത് ഭംഗിയല്ലേ ഈ കരാട്ടിനൊക്കെ ചെയ്യുമ്പോൾ. അത് ആ എന്ത് സ്റ്റൈലായിട്ടിരിക്കണേന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിനൊരു ആകെ ഒരു പ്രോബ്ലം അറ്റം വെട്ടാൻ. ആൾക്കാരൊക്കെ അറ്റമൊക്കെ വെട്ടി നീളത്തിലല്ല പ്രസക്തി, നല്ല ഉള്ളു തോന്നിക്കണേല. അപ്പോൾ വെട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, അറ്റമൊക്കെ വെട്ടുമ്പോൾ ഈ മുടിയുടെ ഭംഗി അറിയാൻ പറ്റുള്ളൂ ശരിക്കും. അപ്പോൾ ശരി എന്നാൽ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാവരും ഇങ്ങനെ പോരെ. അപ്പോൾ മുടിയൊക്കെ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ സൗന്ദര്യം മുക്കാലും നന്നായി. നമുക്കത് കൊണ്ടു നടക്കലാണ് ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ. അത് ആ കൊണ്ടു നടക്കൽ അതിമനോഹരമാവും. അപ്പം ശരി എന്നാൽ ഇനി ആഫ്റ്റർ കെയറും യൂസ് ചെയ്ത് വിറ്റാമിൻ ഗുളികയും കഴിച്ചാൽ മതി. ഓക്കേ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് ഒന്നാണ്. വീഡിയോയ്ക്ക് പിടിച്ച് നിർത്തി എന്തിനാന്ന് കേട്ടെ, ബലമായിട്ട് ഏതാണ്ട് ഈ കൊല്ലാൻ കൊണ്ടുപോകണ കേട്ടോ വീഡിയോയ്ക്ക്. അപ്പം നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട്. ഈ ആൾക്കാർക്ക് നീ എവിടെ പോയി അങ്ങനെ ചെയ്തോ, മറ്റുള്ളവരുടെ കാര്യം തിരക്കാനുള്ള ഭയങ്കര വ്യഗ്രതയാണ്. എല്ലാവർക്കും ചെയ്യണമെന്നുണ്ട് താനും. എന്നിട്ട് ചെയ്യുന്നവരെ ഒരു കുറ്റം പറച്ചില്ല. ആ ക്യാരക്ടർ അതാണ് ഈ നാട്ടിൽ ന്യൂജനെ ഇഷ്ടമല്ലാത്തത്. നമ്മളിങ്ങനെ ഞാനുൾപ്പെടെ എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കലും ഇരിക്കലുമാണ്.
ബൈബിളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവനെ കുറ്റം പറയരുത്, വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുതെന്ന്. അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അവനവന് കംഫോർട്ടായത് അവനവൻ ചെയ്യുക, അവരുടെ കാശ് കൊടുത്ത് അവനവൻ ചെയ്യുന്നതിന് വലിയ വലിയ കാര്യങ്ങൾ തിരക്കാണ്ടിരിക്കുക. പിന്നെ നമ്മളെ കളിയാക്കും ആൾക്കാർ. നമ്മളോർക്കും ഇതൊക്കെ എല്ലാം കറക്റ്റാണ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും ആൾക്കാർ. അപ്പോൾ ഈ മുടി ഒന്ന് നോക്കിക്കേ, ഇത് കണ്ടോ ഈ മുടിയുടെ അവസ്ഥ. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഇനി ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സന്തോഷം എന്തായിരിക്കും? ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ പൊട്ടിയിരിക്കുന്ന എണ്ണ തേച്ചിരിക്കുന്ന മുടിയാണ്. ഇത് കഴുകുമ്പോൾ ഈ അവസ്ഥ ആയിരിക്കില്ല, ഡ്രൈ ആയിട്ട് പൊട്ടി. ഞാൻ പറയുക, D3 നിങ്ങൾ കമ്പൽസറി ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. D3 നമുക്ക് അത്യാവശ്യമാണ്. D3 ഡെഫിഷ്യൻസി ഒത്തിരി പ്രോബ്ലം ഉണ്ടാക്കും കേട്ടോ ആരോഗ്യത്തിലൊക്കെ. എനിക്കതങ്ങനെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായി. ഇപ്പോഴാണ് അവസാന കാലത്ത് D3യുടെ ഡെഫിഷ്യൻസി എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ആർക്കും പറ്റാതിരിക്കാൻ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും കല്യാണം കഴിക്കാനുള്ള പിള്ളേരോട് പറയും, പ്രാർത്ഥിക്കണേ, യേശുവിനെ അനുഗ്രഹിച്ച ഒരു വിളക്കായിട്ട് നമുക്കങ്ങ് ചെല്ലാനും അനുഗ്രഹിച്ച കുടുംബം കിട്ടാനും. ഇതൊക്കെ ഞാനൊന്നും അങ്ങനെ പ്രാർത്ഥിച്ചില്ല. അത് കാരണം എല്ലാം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, പ്രാർത്ഥനയായിട്ട് കുഞ്ഞിലേ മുതൽ വരാത്തതിന്, എനിക്ക് ജീവിതത്തിൽ അനുസരണയില്ലാത്തതിന് എനിക്ക് ഒത്തിരി അബദ്ധം പറ്റി. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും അനുസരണ, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന മനുഷ്യർ, ഇതൊക്കെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടായത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പം ഇത് ഈ വീഡിയോ കണ്ട് ഈ മുടി കണ്ടോ, യേശുവിൻ്റെ കൃപയാൽ പനങ്കള പോലെ പരസ്യത്തിലെ വെല്ലണ പോലെ ആകണം. മനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ മുടി കണ്ടോ, കരാട്ടിൻ ചെയ്ത് സൂപ്പറായിട്ട് കിടക്കണത്. അപ്പോൾ ഇങ്ങനെ മുടി അതീവ മനോഹരമായിട്ടുള്ള ഈ രൂപത്തിൽ ഇരിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ മുടി പണ്ട് ആരോഗ്യമില്ലാണ്ട് പൊടിയും പൂടയൊക്കെ ആയിട്ട് പൊങ്ങിയിരിക്കണം. ഇതിന് ചീക് പോലും വേണ്ട. ഒരു ഫങ്ഷനൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നാൽ ചുമ്മാ കൊണ്ടുവരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി ഉപകാരമുണ്ട്. അപ്പം ശരി എന്നാൽ അപ്പം ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാൻ വരെ. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം മുടി ചെയ്യാൻ വന്നാൽ മതി കേട്ടോ. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗുളിക എന്നായാലും ഫോളോ അപ്പ് ചെയ്യണം. D3 നോക്കണം. നമ്മുടെ മുടി കൊഴിഞ്ഞാൽ അപ്പം തന്നെ ചിന്തിക്കുക, എന്തെങ്കിലും എനിക്ക് ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഉടനെ വെള്ളത്തിനെ കുറ്റം പറയാണ്ട് എൻ്റെ ഉള്ളിലെ ഹെൽത്ത് എന്തോ പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നതാണ് മുടി ഊരുക, എല്ലാം ഓരോന്ന് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മളപ്പോൾ ശ്രദ്ധിക്കണം എനിക്ക് എന്താണ് പ്രോബ്ലം. അത് കണ്ടുപിടിച്ച് അതിനുള്ള വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കുക, ഡോക്ടറെ കാണുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലറിൽ പോരൂ. ഈ മോക്കടെ ഇത് ഹെയർ ലാക്സിങ് എന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലോ നമുക്ക്. പക്ഷേ ഇനി ഹെയർ ലാക്സിങ് ചെയ്ത് കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെ കിടക്കും കേട്ടോ. പിന്നെ എല്ലാവരും ഇപ്പോൾ ഈ മുടി ചെയ്തിടുന്നത് മുടിയെ പണിയണ്ട, എല്ലാവർക്കും മുടിയൊക്കെ ഒരു വൃത്തിയും മെനയുണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടാലും എന്ത് ചെയ്താലും കാര്യമുള്ളൂ. അപ്പോൾ മുടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾക്കടെ മേക്കപ്പും നമ്മുടെ ഗ്ലാമറിലും ഒത്തിരി പ്രസക്തി. നമുക്കടെ മേക്ക് ഓവർ, നമുക്കടെ ആൾ മാറിയ പോലെ ആവുക. മുടിയുടെ മേക്ക് ഓവർ നമ്മളെ ആളെ മാറ്റും. അപ്പോൾ അങ്ങനെ അതീവ മനോഹരമാകുന്ന ഒരു കാഴ്ച കാണാം. നമുക്ക് പരസ്യത്തിന് വെല്ലണ പോലെയാകും. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ മുടി ചെയ്യുക. പിന്നെ ഇത് മുടി നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭംഗി കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് റീ അടിക്കും. അപ്പോൾ ഹെയർ ലാക്സിങ് ഒക്കെ 6-7 മാസമാകുമ്പോൾ റീ അടിക്കേണ്ടി വരും. അപ്പോൾ കരാട്ടിനാണെങ്കിൽ 5-8 മാസം കിട്ടും. എന്തായാലും കരാട്ടി പിന്നെ പഴയ പോലെ ആകുമെന്ന് മാത്രം. ഹെയർ ലാക്സിങ് ചെയ്തത് അതുപോലെ കിടക്കും, തലേന്ന് കിളുത്ത് വന്നത് നോർമൽ വരും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മുടി നല്ല ഡ്രൈ ആയിട്ട് പിന്നെ പൊട്ടിയിരിക്കുക കേട്ടോ. ഈ മോളെ ഇങ്ങനെയുള്ള മുടി ഞാൻ മുടി കണ്ടില്ല. ആദ്യം പിള്ളേർ വിളിച്ചു പറയുന്നത് ഞാൻ എത്രയും മുടി കൊച്ചെത്തിയായിരുന്നു ഹെയർ ലാക്സിങ് പറഞ്ഞ, പക്ഷേ ഭയങ്കരമായിട്ട് മുടി പൊട്ടി ഡ്രൈ ആന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോളോട് കരാട്ടി പറഞ്ഞപ്പോൾ കൊച്ചിന് നല്ലത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കരാട്ടി നമ്മൾ പ്രിഫർ ചെയ്തു. എന്നാ വെച്ചാൽ ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ ഹെയർ ലാക്സിങ് അത് കെമിക്കലാണ്, കൊള്ളൂല. അപ്പോൾ നന്നായിട്ട് പൊട്ടലുണ്ട്. കൊച്ചിന് ആദ്യം നമ്മുടെ അടുത്തല്ലാട്ട് ചെയ്ത ബോംബെയിൽ എങ്ങാണ്ട് സ്മൂത്തനിങ് ചെയ്ത മുടി എല്ലാം പോയതാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത്രയും ഡ്രൈ ഹെയറിൽ അത് പറ്റൂലായിരിക്കും, അതായിരിക്കും പറ്റിയ. പിന്നെ അവർ ഏത് കമ്പനി യൂസ് ചെയ്തതെന്നൊന്നും കൊച്ചിന് ഒരു പിടിയില്ല. ഒത്തിരി മുടി പോയാന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൃപയിൽ ഇപ്പോൾ മുടിയൊക്കെ ഉണ്ട്. ഇനി പൊട്ടൽ മാറണം എന്ന് ഞാൻ പറഞ്ഞു D3 പോയി ടെസ്റ്റ് ചെയ്യുക. അത്യാവശ്യം D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. D3 നോക്കുമ്പോൾ ഇതല്ലാണ്ട് ഇങ്ങനെ മുടി പൊട്ടൂല, നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത്രയേ യേശുവിൻ്റെ കൃപയിൽ നല്ല മുടി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചപ്പോൾ നമ്മളത് കീപ്പ് ചെയ്യണം. നമുക്ക് ദൈവം എല്ലാം നല്ലത് തന്നു, എന്നിട്ട് നമ്മളത് ശ്രദ്ധിക്കാണ്ടിരുന്നാലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചൊക്കെ ശ്രദ്ധിക്കുക, മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കുക, D3 ടെസ്റ്റ് ചെയ്യുക, ബയോട്ടിൻ കഴിക്കുക, സിങ്കോഹൈറ്റ് കഴിക്കുക മാറി. പിന്നെ ABC ജ്യൂസ് കുടിക്കുക, മുട്ട കഴിക്കുക,
ഫുഡൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതൊക്കെ ചെയ്യുക. പിന്നെ ആഫ്റ്റർ കെയർ, ഷാമ്പൂ, സ്പാ ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്താലാണ് നമ്മൾ ആ പറയുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് പനങ്കല ആയി മാറി ഭയങ്കര അടുത്ത ഓണം കൊച്ചു വരുമ്പോൾ ഇരട്ടി മുടിയും പൊട്ടലെല്ലാം മാറി ഭയങ്കര, എനിക്കത് ഉറപ്പുണ്ട്. കൊച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നത്, എനിക്ക് ഉറപ്പുണ്ട്. ഈ നമ്മൾ പറയുന്ന എല്ലാ കാര്യവും നോക്കുന്നവരുടെ മുടി സൂപ്പറായിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും നമ്മുടെ അടുത്തായിട്ട് അവർ വന്നത് നമ്മളതുപോലെ, എനിക്കറിയാവുന്ന പോലെ സിൻസിയർ ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഓരോ പരീക്ഷണം നടത്തി ഓരോന്ന് കണ്ടുപിടിച്ച് ആഫ്റ്റർ കെയർ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കരാട്ടിൻ്റെ ഒന്നുമല്ല, അതിനൊക്കെ ഭയങ്കര വില 5000-6000 രൂപയല്ല. അത് ഞാൻ അതിലും ഗുണം കിട്ടണതും സൂപ്പറായ ആഫ്റ്റർ കെയർ ഞാൻ പരീക്ഷിച്ചിട്ട് അതൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേ കരാട്ടിൻ്റെ വേണമെങ്കിൽ കിട്ടും കേട്ടോ, പക്ഷേ എനിക്ക് തയ്ച്ചിട്ട് അതിലും ബെറ്റർ ആയിട്ട് തോന്നി. ഇപ്പം നമ്മുടെ ആഫ്റ്റർ കെയറിൻ്റെ അഡീഷനാണ് എല്ലാവരും അറിഞ്ഞതിനേക്കാളും നല്ലതാണെന്നാണ് എല്ലാവരും പറഞ്ഞത് ആഫ്റ്റർ കെയർ നമ്മൾ കൊടുത്തു വിടണേ. അപ്പോൾ നിങ്ങളെ മുടി ചെയ്യാനുള്ളവരെല്ലാം ഇങ്ങോട്ട് പോരുക. മുടി നമ്മുടെ മേക്ക് ഓവറിൻ്റെ ഒരു ഭയങ്കര ഭാഗമാണ്. നമുക്ക് ഈ കൊച്ചി തന്നെ പറയുക, കൊച്ചിൻ്റെ ചുരുണ്ട ഇരുന്നേ. അപ്പോൾ മുടി കഴുകി ഇങ്ങനെ കണ്ടപ്പോൾ ഹസ്ബൻഡ്, കൊച്ചു പുറത്താ, ഹസ്ബൻഡ് പറഞ്ഞു നീ വേഗം പോയി മുടി ചെയ്യാൻ. കൊച്ചുങ്ങളും തന്നെ അപ്പം മുടി ഇങ്ങനെ ഇരിക്കുന്നത്. കാലം മാറി. പണ്ട് ഹസ്ബൻഡൊക്കെ സമ്മതിക്കുമായിരുന്നു, മക്കൾ സമ്മതിക്കുമായിരുന്നു, ആരേലും. ഇപ്പം പെട്ടെന്ന് പറഞ്ഞു വിടും നീ പെട്ടെന്ന് പോയി മുടി ചെയ്യുക. അപ്പം അങ്ങനെയായി കാലം. അപ്പോൾ എല്ലാവരും അതൊക്കെ ഇപ്പം പല്ല് കെട്ട് അങ്ങനെയൊക്കെ പറയില്ല. പല്ല് കെട്ടാൻ പണ്ടൊക്കെ എൻ്റെ ആണെങ്കിൽ വീട്ടിലൊന്നും പല്ല് കെട്ടാൻ സമ്മതിക്കില്ല, നാളെ പല്ല് പറയുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എല്ലാവരും കാലത്തിനൊത്ത് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു, അടിപൊളി. മുഖം അടുത്തോണം കാണിക്കാന്ന് പറയുന്നത്. കൊച്ചിന്നൊരു സസ്പെൻസ് ഏതാണ്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉടനെ ഇടുമോ എന്ന് ചോദിച്ചു. വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റൂല, കൊച്ചൊരു സസ്പെൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കുറേ പേരെ ഞെട്ടിക്കാനുണ്ട്. അപ്പോൾ അതിന് വീഡിയോയിൽ അവർ കണ്ട മോശമാണ്, അടുത്ത ഓണം മുഖം കാണിക്കുമെന്നാണ് അറിയിപ്പ്. അപ്പോൾ ഇത് കണ്ടോ എന്തൊരു ഭംഗിയിലെ കിടക്കുന്നു, അടിപൊളി. യേശപ്പൻ്റെ കൃപയാൽ പിന്നെ നമ്മൾ ചെയ്തേക്കണ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ. അപ്പോൾ കരാട്ടിൻ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ അത് ഏത് കരാട്ടിനെ ചെയ്യണമെന്നൊക്കെ അടിച്ചു നോക്കട്ടെ. ഇത് ഏറ്റവും അപ്ഡേറ്റഡ് പ്രൊഡക്റ്റ്, സൂപ്പർ സംഭവമാണോ. കരാട്ടിന് ഒത്തിരി തീരെ പൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കരാട്ടിൻ ചെയ്ത് ഒത്തിരി പേര് വന്നിട്ട് എൻ്റെ ദൈവം മുടിയൊക്കെ വിട്ടു പോകാന്ന് പറഞ്ഞത്. ഏതാണെന്ന് വെച്ചാൽ അവർക്ക് കമ്പനി അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല, കമ്പനിയുടെ പേരൊക്കെ പഠിക്കണം. അപ്പോൾ കരാട്ടിന് ഇന്നതാണ് നമ്മൾ ചെയ്യണത്, അത് നല്ല സംഭവമായിട്ടാണ് അത് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ മുടിയൊക്കെ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് വായോ